FMEA നെക്സ്റ്റ് ടോപ്പിക്കാണ് FMEA ഫെയിലിയർ മോഡ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ്. ഇനി ഫെയിലിയർ എവിടെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ വോയിസ് അനുസരിച്ച് എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫെയിലിയർ മോഡ്സ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ്. FMEA ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഫെയിലിയർ മോഡ് ആൻഡ് ഇഫക്റ്റ്. ഈ മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഫെയിലിയർ വരാനുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഏതൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ മോഡിന് എത്രമാത്രം ഇഫക്റ്റ് ഉണ്ട്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ ഫെയിലിയർ വരാനുള്ള പല കാരണങ്ങളുണ്ടാവും, ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു പല കാരണങ്ങൾ കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണ്, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. ദീസ് ഫെയിലിയേഴ്സ് ആർ ഡിബേറ്റഡ് ഇൻ ദ പബ്ലിക് ഫോറം വിത്ത് മാനുഫാക്ചേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ബീങ് ഡെഫക്റ്റഡ് ഇൻ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് സേഫ് പ്രൊഡക്റ്റ്. അത് നമ്മൾ മാനുഫാക്ചേഴ്സായിട്ടും ആ സർവീസ് കൊടുക്കുന്നവർ, ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ സെറ്റ്സ് അല്ലെങ്കിൽ ഫോണുകൾ, അതൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അത് വിൽക്കുന്നത്. സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പുകളാണ്, കമ്പനി നേരിട്ടല്ല പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്, ആ ഏതെങ്കിലും ഏജൻസീസ് വഴിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ മൈജിയിൽ വിൽക്കുന്നു. അപ്പോൾ അതായത് ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് FMEA എന്ന് പറയുന്നത്. ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് is a methodology aimed to allowing organization to anticipate failure during the design stage, identify all possible failures in the manufacturing process. ഡിസൈൻ്റെ സ്റ്റേജിലും അതുപോലെ തന്നെ മാനുഫാക്ചറിൻ്റെ സ്റ്റേജിലും വരുന്ന മെയിനായിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1950-ലാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ജപ്പാനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ് കേട്ടോ. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് റിലയബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡാണ്, അമേരിക്കയാണ് ഈ ഇങ്ങനെയൊരു ടേം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫെയിലിയർ മോഡ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ മോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ്. ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് സ്ട്രക്ചർഡ് അപ്രോച്ച് ടു ഡിസ്കവറിങ് പൊട്ടൻഷ്യൽ ഫെയിലിയർ ദാറ്റ് മേ എക്സിസ്റ്റ് വിത്തിൻ ദ ഡിസൈൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സ്. അതായത് നമുക്ക് സാധ്യതയുള്ള ഫെയിലിയർ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഇറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കും എന്തൊക്കെ സാധ്യതകൾ, ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഡിസൈൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫെയിലിയർ മോഡ്സ് ആർ വേസ് ഇൻ വിച്ച് പ്രോസസ് ക്യാൻ ഫെയിലിയർ. ഈ ഫെയിലിയർ മോഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മെത്തേഡിലൂടെയാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കുകയും റൂട്ട് കോസ് കണ്ടുപിടിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് ഡിസൈൻ ടു ഐഡൻറ്റിഫൈ, പ്രിയോറിറ്റൈസ് ആൻഡ് ലിമിറ്റ് ദീസ് ഫെയിലിയർ മോഡ്സ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ടു ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഫെയിലിയർ വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതെന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഫെയിലിയർ മോഡ് അനാലിസിസിൽ ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലാണ് ഫെയിലിയർ മോഡ് അനാലിസിസ് ഇഫക്റ്റ് അനാലിസിസ് ചെയ്യുന്നത്. ഡിസൈൻ ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ്, പ്രോസസ് ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് മാൾ ഫങ്ഷൻ. നമ്മൾ വിചാരിച്ചുള്ള ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക, അത് ഡിസൈനിൽ വരുന്നതാണ്. റെഡ്യൂസ് പ്രൊഡക്റ്റ് ലൈഫ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലൈഫ് കുറഞ്ഞു പോവുക. നമ്മൾ പറഞ്ഞില്ലേ ബാറ്ററിയുടെ ഒക്കെ ലൈഫ് കുറഞ്ഞു പോവുക. സേഫ്റ്റി ആൻഡ് റെഗുലേറ്ററി കൺസേൺസ്, അതിൻ്റെ സേഫ്റ്റിയിൽ കംപ്ലയിൻസ് വരിക, പൊട്ടിത്തെറിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഏതിൽ വരുന്ന ഡിസൈൻ FMEAയിൽ വരുന്നതാണ്. അതൊക്കെ പ്രൊഡക്റ്റ് മാൽ ഫങ്ഷൻ, റെഡ്യൂസ് പ്രൊഡക്റ്റ് ലൈഫ്, സേഫ്റ്റി, റെഗുലേറ്ററി കൺസേൺസ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഒന്നുകൂടി സ്റ്റഡി ചെയ്യുക. ജോമെട്രി, അത് അസംബിൾ ചെയ്യുമ്പോൾ വരുന്ന ജോമെട്രി, ടോളറൻസ്, ലിമിറ്റേഷൻസ്, നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സ്പീഡൊക്കെ കുറഞ്ഞു പോവുക, സ്പീഡ് അത്രേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഇതനുസരിച്ചാണ്. ഇൻ്റർഫേസ് വിത്ത് അതർ കമ്പോണൻറ്റ്സ് ആൻഡ് സിസ്റ്റം, അതിൻ്റെ മറ്റുള്ള കമ്പോണൻറ്റുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ബാറ്ററിക്കാണ് കംപ്ലയിൻറ്റ് വരുന്നത്, പക്ഷേ ബാറ്ററിയുടെ മാത്രം പ്രശ്നമാവില്ല, ആ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്യണ സാധനത്തിലൊക്കെ ഡിഫറൻസ് വന്നാൽ ബാറ്ററിയുടെ ഡ്യൂറേഷൻ കുറയും. അപ്പോൾ അതൊക്കെ എഞ്ചിനീയറിംഗ് നോയ്സ്, എൻവയോൺമെൻറ്റ്, യൂസർ പ്രൊഫൈല്, ഡിഗ്രഡേഷൻ സിസ്റ്റം, അത് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അതിന്ന് ബാഡ് സ്മെല്ല് വരിക, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ ലിമിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇത്ര മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത്ര ഓയിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിസൈൻ FMEAയിൽ പറയുന്നത് നോക്കുന്നത്. ഇനി പ്രോസസ് FME എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. വലിയ ഇമ്പാക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരിക,
ദെൻ റെഡ്യൂസ് റിലയബിലിറ്റി, ഒരേപോലെ അല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പോലെയല്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വരുന്നത്. അതായത് പല മോഡൽ വരിക, അത് ഉണ്ടാവാനായിട്ട് പാടില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോഫി ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ യൂണിറ്റിൽ. അതായത് കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഫിക്ക് ഒരു ടേസ്റ്റ് തന്നെയാണ് വരേണ്ടത്. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരികയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമ്മളത് കറക്റ്റ് പ്രപ്പോർഷൻ ആഡ് ചെയ്യാത്തത് കൊണ്ടൊക്കെ വരുന്ന പ്രശ്നമാണ്. ദെൻ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, അത് നമ്മൾ കൊടുക്കുന്നതോ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതോ സമയത്തിന് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രോസസ് FMEയിൽ വരുന്നതാണ്. അപ്പോൾ 2 തരത്തിലുള്ള FME ആണ്, ഡിസൈൻ FME ആൻഡ് പ്രോസസ് FME. അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സ് വരും, മെത്തേഡ് ഫോളോയിങ് പ്രോസസ്സിങ്ങിന് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ വരും, മെറ്റീരിയൽ യൂസ്ഡ് വരും, അതുപോലെ തന്നെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും വരും കേട്ടോ. അവിടെ മെഷീൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത് വരും, പിന്നെ അതുപോലെ തന്നെ മെഷർമെൻറ്റ്, പിന്നെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്, അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ.